ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുമ്പൊന്നും എനിക്ക് അവിയലൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ക്യാരറ്റ് മാത്രമേ തിന്നുള്ളൂ. എൻ്റെ അമ്മ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ തന്നപ്പോൾ തൊട്ട് ഞാൻ ഫുള്ള് തിന്നും. ഞാനും എൻ്റെ ബ്രദറും മുമ്പത്തെ അവിയലൊന്നും കഴിക്കില്ലായിരുന്നു, ക്യാരറ്റ് മാത്രമേ വെറുക്ക് തിന്നും. ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഫുള്ള് കഴിക്കും. അപ്പം അവിയലിൽ അത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അപ്പം നമുക്ക് നല്ല ആരോഗ്യമൊക്കെ കിട്ടും നമ്മൾ അവിയലൊക്കെ കഴിക്കണം. അപ്പം കുറേ പിള്ളേർ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ലല്ലോ, അപ്പം അവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കണം. പിന്നെ അമ്മ എനിക്ക് വെജിറ്റബിൾ അല്ല നമ്മളുടെ അവിയലുണ്ടാക്കിത്താ, അമ്മ എനിക്ക് അവിയലുണ്ടാക്കിത്താ എന്ന് പറഞ്ഞ് നിങ്ങളെ പുറകെ നടക്കും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അവയിൽ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: ക്യാരറ്റ്, ചേന, മാങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങക്കോല്, പിന്നെ ഏത്തക്ക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സാധനങ്ങൾ എടുക്കാം. ഇപ്പം നമ്മൾ അവിയലിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയാണ്. ഇവിടെ കുറച്ച് ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ബിക്കോസ് നമുക്ക് ചെറിയ സാധനങ്ങളുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെറിയുള്ളിയും കടുകും കൂടെ ചതയ്ക്കണം. പിന്നെ നമ്മൾ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ എടുത്തു വെക്കണം. അപ്പം നമ്മളുടെ മിക്സിയിലെ ജാറിലോട്ട് നമുക്ക് നമ്മളുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമ്മൾ ഇതിലേക്ക് നമ്മളുടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ചെറിയുള്ളിയും കടുകും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഒഴിക്കാൻ പാടില്ല, നമ്മൾ ശകലേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്കിനിയും ഇത് ഒരു വിസിലാവുന്ന മുമ്പേ എടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു വിസിലടിക്കുന്ന മുമ്പേ നമ്മൾ ഓഫ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കുക്കർ അടിക്കാനായിട്ടുണ്ട്. അപ്പൊ ഒന്നടിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുക്കർ തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കരിയാപ്പല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഒഴിച്ചത് കണ്ടില്ലായിരുന്നോ? അപ്പം അത് അങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, കൂടുതൽ ഒഴിക്കല്.
അപ്പം നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അവിയൽ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും അവിയൽ ഇഷ്ടമായോ? അപ്പം സാധാരണ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യില്ല. എല്ലാവർക്കും അറിയാം അവിയലുണ്ടാക്കാം, പക്ഷെ ഇതുപോലെയല്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേരെല്ലാം കഴിക്കും, ഉറപ്പാ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കി ഓൾ ആക്കണം. ബൈ ബൈ.